ഗൈസ്, അപ്പോൾ ഇന്ന് നടന്ന സൗദി പ്രോ ലീഗിലെ അൽ നാസർ വേഴ്സസ് അൽ ഖലീജ് ആ ഒരു മാച്ചിൽ അൽ നാസർ 5-0 എന്ന് പറഞ്ഞൊരു സ്കോർ റേറ്റിൽ ജയിച്ചിരിക്കുകയാണ്. സോ ക്രിസ്ത്യാനോ റൊണാൾഡോയും അതേപോലെ തന്നെ സാഡിയോ മാനയും കളിക്കാത്ത ഈ ഒരു മാച്ചിൽ അൽ നാസറിൻ്റെ ഫോർവേഡ്സൊക്കെ അടിപൊളിയായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തത്. സോ ഈ ഒരു മാച്ച് വീക്കിൽ അൽ നാസറിനെ ആശ്വസിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതെന്തെന്ന് വെച്ചാൽ അൽ അഹിലിയും അതേപോലെ തന്നെ അൽ ഖാദിസിയയും എന്ന് വെച്ചാൽ ഇവർ 3rd 4th നിൽക്കുന്ന ആ ഒരു ടേബിളിലെ ടീംസാണ്. സോ ഇവർ തമ്മിൽ കളിച്ച ആ ഒരു മാച്ചിൽ അൽ അഹിലി പരാജയപ്പെട്ടു. സോ അത് അൽ നാസറിന് ഇനിയൊരു ലീഗ് ടേബിളിൽ പോകുമ്പോഴത്തേക്കും അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനിയിപ്പോൾ അൽ നാസറിൻ്റെ ആ ഒരു മാച്ച് ടാറ്റിക്സിലേക്ക് വരുമ്പോഴത്തേക്ക് അൽ നാസർ ഓൾമോസ്റ്റ് എല്ലാ പ്രാവശ്യവും കളിക്കുന്ന പോലെ തന്നെ ആ ഒരു സെയിം ടാറ്റിക്സ് തന്നെയായിരുന്നു യൂസ് ചെയ്ത് കാണും. വിങ് ബാക്സിലേക്ക് കൊടുക്കുക, അവിടെ നിന്ന് എയർ ബോൾ കൊടുക്കുക, അതായത് ത്രൂ ബോൾ കൊടുക്കുക. സോ ഇങ്ങനത്തെ ഒരു ടാറ്റിക്സ് തന്നെയാണ് അൽ നാസർ ഈ ഒരു മാച്ചിൽ യൂസ് ചെയ്തത്. സോ അതിൻ്റെ എല്ലാം ഫലമായിട്ട് തന്നെ അൽ നാസറിന് ഈ ഒരു മാച്ച് കംഫർട്ടബിളായിട്ട് തന്നെ ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. മാച്ചിലേക്ക് വരുമ്പോഴത്തേക്കും ജോവോ ഫെലിക്സ് 2 ഗോൾ നേടി, അങ്ങനെ കിടിലൻ പെർഫോമൻസാണ് പുള്ളി കാഴ്ചവെച്ചത്. കഴിഞ്ഞ 15 മാച്ചസിൽ സൗദി പ്രോ ലീഗിൽ പുള്ളിക്കാരന് ഗോൾ നേടാൻ സാധിച്ചിട്ടില്ല. സോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, പുള്ളി ഈ ഒരു മാച്ചിൽ മാറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം ചാൻസൊക്കെ ജോവോ ഫെലിക്സിന് കിട്ടിയെങ്കിലും അത് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല പുള്ളിക്കാരനെ. എന്ന് വെച്ചാൽ ആ സീസണിൽ തുടങ്ങുന്ന ആ ഒരു ഫോമിൽ തന്നെ പുള്ളി ഇപ്പോഴും കളിച്ചിരുന്നെങ്കിൽ ഒരു ഹാർട്ടൊക്കെ അടിക്കേണ്ട ടൈമേ കഴിഞ്ഞിരുന്നു. മാച്ചിലേക്ക് വരുമ്പോഴത്തേക്കും അൽ നാസറിൻ്റെ സ്ട്രൈക്കറായിട്ട് കളിച്ച ഹംഡാനൊക്കെ അടിപൊളിയായിട്ട് തന്നെയാണ് ഈ ഒരു മാച്ചിൽ കളിച്ചത്. അതേപോലെ തന്നെ ഇന്ന് നടന്ന അൽ ഹിലാലിൻ്റെ ഒരു മാച്ചിലേക്ക് വരുമ്പോഴത്തേക്കും അൽ ഹിലാൽ 1-0 എന്ന് പറഞ്ഞൊരു സ്കോർ ലൈനിലാണ് ജയിച്ചത്. സോ അവരാണിപ്പോൾ പോയിന്റ് ടേബിളിൽ സെക്കൻഡ് നിൽക്കുന്ന അൽ നാസറായിട്ട് ഒരു 3 പോയിന്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ അൽ നാസർ ഇനിയും ഉള്ള മാച്ചസ് എല്ലാം ജയിച്ചാലേ ഇനി അൽ നാസറിന് ആ ഒരു ലീഗ് ടൈറ്റിൽ നേടാൻ സാധിക്കത്തുള്ളൂ. കാരണം ആ ഒരു ലീഗിൻ്റെ അവസാനത്തേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ടോപ്പ് 4ൽ നിൽക്കുന്ന 3 ടീമുമായിട്ട് അൽ നാസറിന് അടുപ്പിച്ച് മാച്ച് ഉണ്ട്. സോ ഇന്നത്തെ അൽ നാസറിൻ്റെ ആ ഒരു പെർഫോമൻസിനെ പറ്റി നിൽക്കുമെന്ന അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.